ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആര്യ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അത് ആക്കി കൊടുക്കാം. ശേഷം നമുക്കിതിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡും മുട്ടയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ എല്ലാ ഭാഗത്തും നല്ല രീതിയിലാക്കി കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 സവാളയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്നു വന്നാൽ നമുക്കതിലേക്ക് കുറച്ച്, അതായത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം 2 തക്കാളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ, ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ പിന്നീട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയുടെ ഒരു പച്ചമണം മാറി വരണം. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബ്രെഡും മുട്ടയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡും മുട്ടയും മസാലയും കൂടി പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം നമുക്കതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നല്ല ടേസ്റ്റ് പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.